അക്ഷരം വാക്ക് ഒരു വ്യവസ്ഥാപിത ശബ്ദപാഠം വാഴമുട്ടം മോഹനൻ എഴുതിയ ഒരു വേറിട്ട പുസ്തകമാണ്. ഇംഗ്ലീഷ് അക്ഷരമാല പഠനത്തിൽ സംഭവിക്കുന്ന പിഴവ് ഭാഷാ പഠനത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നത് ഈ പുസ്തകം നമുക്ക് തെളിയിച്ചു തരുന്നു. ഭാഷയുടെ അടിസ്ഥാന ഘടകമാണല്ലോ അക്ഷരം. ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരവും വാക്കും നിലവിലുള്ള പഠന സമ്പ്രദായത്തിന്റെ വെളിച്ചത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണിവിടെ. ഏതാനും ലിപികൾക്കൊഴികെ അക്ഷരമാലയിൽ പഠിച്ച ശബ്ദം ഉപയോഗിക്കുന്നില്ല. അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ സഹിതം ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തതാണ് ഗ്രന്ഥകാരന്റെ കണ്ടെത്തലുകൾ. പക്ഷേ വീണ്ടും നാം കുട്ടികളെ അബദ്ധങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു എന്നാണ് ഗ്രന്ഥകാരന്റെ പക്ഷം. ഒരേ അക്ഷരം തന്നെ വ്യത്യസ്ത രീതിയിൽ ഉച്ചരിക്കേണ്ടി വരുമ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ഉണരുന്ന സംശയങ്ങളൊക്കെ ഗ്രന്ഥകാരൻ ലളിതമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും ഇംഗ്ലീഷ് അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ആഴത്തിൽ സഞ്ചരിച്ച് തന്റെ സംശയങ്ങൾ, നിഗമനങ്ങൾ ഒക്കെ ഈ പുസ്തകത്തിലൂടെ വാഴമുട്ടം മോഹനൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, വാക്കുകളുടെ ഉച്ചാരണങ്ങൾ, ഇവയുടെ വൈരുദ്ധ്യങ്ങളിലേക്ക് വളരെ ഗൗരവത്തോടുകൂടി ഒപ്പം ലളിതമായ ഉദാഹരണങ്ങൾ സഹിതം ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഇത്രയും നാൾ നാം പഠിച്ചു വെച്ചതൊക്കെ ഒന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് തോന്നുന്നത് സ്വാഭാവികം. ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത ഈ ചിന്തകൾ തന്നെയാണ് ഈ പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നതും. ഭാഷയിലേക്ക്, ഭാഷ നിരന്തരം കൈകാര്യം ചെയ്യുന്നവരിലേക്ക് തന്റെ പഠനത്തിലൂടെ ഉൾക്കൊണ്ട കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഒപ്പം ഒരു ഭാഷാ സേവനവും. തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണമെന്ന് ഈ പുസ്തകം നമ്മളോട് ഉറക്കെ പറയുന്നു. അക്ഷരങ്ങളെയും വാക്കുകളെയും ഇഴകീറി പരിശോധിച്ച് തന്റെ കണ്ടെത്തലുകൾ ദൃഢമായി തന്നെ ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിലൂടെ വായനക്കാർക്ക് പകർന്നു നൽകുന്നു. ഇംഗ്ലീഷ് അക്ഷരം, വാക്ക് ഒരു വ്യവസ്ഥാപിത ശബ്ദപാഠം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ട പ്രസക്തി ബുക്സ് ആണ്. വേറിട്ട ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ നൽകുന്ന പുതു അറിവുകൾ നമ്മെ ഏറെ വിസ്മയപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വർണ്ണമാലയും മലയാളം ഉൾപ്പെടെയുള്ള ഭാരതീയ ഭാഷകൾക്ക് അക്ഷരമാലയുമാണെന്നാണ് ഇപ്പോ പറഞ്ഞു വെച്ചത്. അപ്പൊ അത് ഒന്ന് വിശദമാകണമെങ്കിൽ ഈ രണ്ട് ഭാഷയിലുമുള്ള അക്ഷരങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ വിശകലനം ആവശ്യമുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഇംഗ്ലീഷിലെ അക്ഷരമാല എന്ന് പഠിച്ചു വരുന്ന ഈ വർണ്ണമാല ഒന്ന് എഴുതി നോക്കും. ആ വർണ്ണമാലയില് 5 വൊവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. എ, ഇ, ഐ, ഒ, യു. ഇത്രയുമാണ് ഇംഗ്ലീഷിലെ വൊവൽസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എ, ഇ, ഐ, ഒ, യു. ഈ 5 വൊവൽസിന്റെയും മലയാളം ഞാൻ ഇവിടെ ഇപ്പുറത്തോട്ടൊന്ന് എഴുതുകയാണ്. ആ, എ, ഇ, ഒ, ഉ. മലയാളത്തിലെ ആ, എ, ഇ, ഒ, ഉ ഇത്രയുമാണ് ഇംഗ്ലീഷിലെ ഈ പറയുന്ന എ, ഇ, ഐ, ഒ, യു എന്ന വോയിസ്. പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത്, മലയാളത്തിൽ നമ്മൾ ആ മുതല് പഠിക്കുന്ന കൂട്ടത്തില് ആ, ഇ, ഉ, എ ആ ക്രമത്തിലാണ് പഠിച്ചു വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിലെ ഇത് വരുമ്പോഴ് ആ, എ, ഇ, ഒ, ഉ അങ്ങനെ ആ ഒരു ക്രമം ഒന്ന് തെറ്റി ഇംഗ്ലീഷിൽ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശബ്ദം ഈ എക്ക് ആ എന്നും, ഇക്ക് എ എന്നും, ഐക്ക് ഇ എന്നും, ഓയ്ക്ക് ഒ എന്ന് തന്നെയും, യുവിന് ഉ എന്നും നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ പറയുന്ന ഇംഗ്ലീഷ് പഠനം വളരെ എളുപ്പമാകും.